മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ആരുടെ കൃപയാലാണോ മൂകൻ വാഗ്മിയാകുന്നതും മുടന്തൻ മല കയറുന്നതും പരമാനന്ദ സ്വരൂപനായ ആ മാധവനെ ഞാൻ വന്ദിക്കുന്നു. ഭഗവദ്ഗീത അധ്യായം 3 കർമ്മയോഗ വീഡിയോകൾ തുടങ്ങുന്നു. 43 ശ്ലോകങ്ങൾ ഉള്ളതിൽ 1 മുതൽ കേട്ടു തുടങ്ങാം. ആദ്യം സംസ്കൃത ശ്ലോക പാരായണം കേൾക്കാം, തുടർന്ന് മലയാള പരിഭാഷയും ശ്രവിക്കാം. അഥ തൃതീയോऽധ്യായഃ. അർജുന ഉവാച ജ്ഞായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ പറഞ്ഞു, ഹേ ജനാർദ്ദന, കർമ്മത്തെ അപേക്ഷിച്ച് കർമ്മയോഗമാണ് ശ്രേഷ്ഠമെന്നു അങ്ങേക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഘോരമായ ഈ കർമ്മത്തിൽ എന്നെ നിയോഗിക്കുന്നത്? വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. പരസ്പരവിരുദ്ധമെന്ന് തോന്നുന്ന വാക്കുകൾ കൊണ്ട് എന്റെ ബുദ്ധിയെ അങ്ങ് ഭ്രമിപ്പിക്കുന്നതുപോലെ തോന്നുന്നു. അതുകൊണ്ട് ഏതൊന്നുകൊണ്ടു ഞാൻ ശ്രേയസ് നേടുമോ അതുമാത്രം എനിക്ക് ഉപദേശിച്ചു തരിക. ശ്രീഭഗവാനുവാച ലോകേസ്മിൻ വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അനഘ, പാപങ്ങളില്ലാത്തവനെ, ഈ ലോകത്തിൽ സംഖ്യന്മാർക്ക് വേണ്ടി ജ്ഞാനയോഗം കൊണ്ടും യോഗികൾക്ക് വേണ്ടി കർമ്മയോഗം കൊണ്ടും 2 വിധം നിഷ്ഠകൾ മുമ്പ് ഞാൻ പറഞ്ഞു. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ ന ച സന്ന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതുകൊണ്ടു മനുഷ്യന് ഒരിക്കലും നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കുന്നില്ല. കർമ്മസന്യാസം കൊണ്ടു മാത്രം സിദ്ധി ലഭിക്കുന്നുമില്ല. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവപ്രകൃതിജൈർഗുണൈഃ. ഒരാളും ഒരിക്കലും അല്പനേരത്തേക്കുപോലും പ്രവർത്തിക്കാതെ ഇരിക്കുന്നില്ല. എല്ലാവരും പ്രകൃതി ഗുണങ്ങളാൽ നിർബന്ധിതരായി കർമ്മം ചെയ്തു പോകുന്നു. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ്സ ഉച്യതേ. കർമ്മേന്ദ്രിയങ്ങളെ അടക്കി നിർത്തി യാതൊരുവന് വിഷയങ്ങളെ മനസ്സുകൊണ്ട് സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നുവോ മൂഢാത്മാവായ അവൻ മിഥ്യാചാരൻ എന്ന് പറയപ്പെടുന്നു. യസ്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യതേ. അർജുന, യാതൊരുവൻ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അടക്കി നിർത്തിയിട്ടു കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് നിഷ്കാമ കർമ്മ ആരംഭിക്കുന്നുവോ അവൻ ശ്രേഷ്ഠനാകുന്നു. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധ്യേത കർമ്മണഃ. നീ മനസ്സിനാൽ നിയന്ത്രിതമായ കർമ്മം ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ കർമ്മമാണ് അകർമ്മത്തെക്കാൾ ശ്രേഷ്ഠം. കർമ്മം ചെയ്യാത്ത പക്ഷം നിനക്കു ശരീരനിർവഹണം പോലും സാധ്യമാകയില്ല.
യജ്ഞാർത്ഥാത് കർമ്മണോऽന്യത്ര ലോകോऽയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗഃ സമാചര. അർജുന, യജ്ഞത്തിനുള്ള കർമ്മം ഒഴിച്ച് മറ്റു കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെട്ടതാണ് ഈ ലോകം. സംഗരഹിതനായി നീ കർമ്മം ആചരിക്കുക. സഹ യജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം കേശവോസ്വിഷ്ടകാമധുക്. യജ്ഞത്തോടുകൂടി പ്രജകളെ സൃഷ്ടിച്ച് പണ്ട് പ്രജാപതി പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾ വർദ്ധിക്കുവിൻ. ഇത് നിങ്ങൾക്ക് ഇഷ്ടം തരുന്ന കാമധേനുവായിരിക്കട്ടെ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ദേവന്മാരെ ഇതുകൊണ്ടു ആരാധിക്കുവിൻ. ആ ദേവന്മാർ നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. പരസ്പരം തൃപ്തിപ്പെടുത്തിക്കൊണ്ടു പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കുവിൻ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ ദാസ്യന്തെ യജ്ഞഭാവിതാഃ തൈർദത്താനപ്രദായേഭ്യഃ യോ ഭുങ്ക്തേ തേന ഏവ സഃ. എന്തെന്നാൽ ഇഷ്ടപ്പെടുന്ന സുഖങ്ങൾ നിങ്ങൾക്ക് യജ്ഞം കൊണ്ട് സന്തുഷ്ടരായ ദേവന്മാർ തരും. അവർ തന്ന വസ്തുക്കളെ അവർക്ക് കൊടുക്കാതെ ഭുജിക്കുന്നവനാരോ അവൻ കള്ളൻ തന്നെയാണ്. യജ്ഞശിഷ്ടാശിനഃ സന്തഃ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജത്തെ തേ ത്വഘം പാപാഃ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞത്തിൽ ശേഷിക്കുന്നത് മാത്രം യജ്ഞം ചെയ്ത് ശേഷിച്ചതായ വസ്തുക്കളെ അനുഭവിക്കുന്ന സജ്ജനങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടുന്നു. എന്നാൽ തങ്ങൾക്കു വേണ്ടി തന്നെ ഭോഗസഞ്ചയം ചെയ്യുന്നവർ പാപത്തെ തന്നെ ഭുജിക്കുകയാണ്. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ്ഭവതി പർജന്യഃ യജ്ഞകർമ്മസമുദ്ഭവഃ. അന്നത്തിൽ നിന്നു ഭൂതങ്ങൾ ഉണ്ടാകുന്നു. മഴയിൽ നിന്നു അന്നവും ഉദ്ഭവിക്കുന്നു. യജ്ഞത്തിൽ നിന്നു മഴയുണ്ടാകുന്നു. യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കർമ്മം ബ്രഹ്മ അതായത് വേദത്തിൽ നിന്നും ഉണ്ടാകുന്നു എന്നറിയുക. ബ്രഹ്മം അഥവാ വേദം അക്ഷരത്തിൽ നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് സർവപ്രകാശമായ വേദം എപ്പോഴും യജ്ഞത്താൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതേഹ യഃ അഘായുരിന്ദ്രിയാ രാമഃ മോഘം പാർത്ഥ സ ജീവതി. ഹേ പാർത്ഥ, ഇപ്രകാരം പ്രവർത്തിക്കുന്ന കർമ്മചക്രത്തെ ഈ ലോകത്തിൽ എവനൊരുവൻ അനുവർത്തിക്കുന്നില്ലയോ? പാപിയും വിഷയഭ്രാന്തനുമായ അവന്റെ ജീവിതം നിഷ്ഫലമത്രേ. യസ്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. തന്നിൽ തന്നെ രമിക്കുന്നവനും തന്നിൽ തന്നെ തൃപ്തനും സന്തുഷ്ടനുമായിരിക്കുന്ന മനുഷ്യനാകട്ടെ കർത്തവ്യമായി നിർവഹിക്കേണ്ടതായി ഒന്നും തന്നെയില്ല. നൈവ തസ്യ കൃതേനാർത്ഥഃ ന കൃതേനേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയഃ.
അവനു ഈ ലോകത്തിൽ കർമ്മം ചെയ്തതുകൊണ്ടു കാര്യമില്ല തന്നെ. ചെയ്യാത്തതുകൊണ്ടും ഒന്നുമില്ല. ജീവികളിൽ ഒന്നിനോടും അവന് സ്വപ്രയോജനകരമായ ബന്ധം ഒന്നും തന്നെയില്ല. തസ്മാദസക്തഃ സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷഃ. അതുകൊണ്ട് നിസ്സംഗനായി എപ്പോഴും കർത്തവ്യമായ കർമ്മം ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ നിസ്സംഗനായി കർമ്മം ചെയ്യുന്നയാൾ പരമപദം പ്രാപിക്കുന്നു. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതഃ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. എന്തുകൊണ്ടെന്നാൽ കർമ്മം കൊണ്ടുതന്നെയാണ് ജനകാദികൾ സിദ്ധിയെ പ്രാപിച്ചത്. ലോകസംരക്ഷണത്തെ ഓർത്തിട്ടായാലും നീ പ്രവർത്തിക്കേണ്ടതാണ്. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സ യത്പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠൻ എന്തെല്ലാം ചെയ്യുന്നുവോ അതുതന്നെയാണ് മറ്റുള്ള ജനങ്ങളും ചെയ്യുന്നത്. അവൻ എന്തിനെ പ്രമാണമായി കരുതുന്നുവോ ലോകവും അതിനെ തന്നെ അനുകരിക്കുന്നു. മേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. ഹേ പാർത്ഥ, എനിക്ക് 3 ലോകത്തിലും കർത്തവ്യമായി ഒന്നുമില്ല. എനിക്ക് പ്രാപിക്കേണ്ടതായി ഒന്നും തന്നെയില്ല. എന്നിട്ടും ഞാൻ കർമ്മം ചെയ്തുകൊണ്ട് തന്നെയാണിരിക്കുന്നത്. യഹം ന വർത്തേയം യാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്മാനുവർത്തന്തെ മനുഷ്യാഃ പാർത്ഥ സർവശഃ. പാർത്ഥ, ഞാൻ ഒരിക്കലെങ്കിലും മടിവിട്ട് പ്രവൃത്തിയിൽ ഏർപ്പെടാതിരുന്നാൽ എല്ലാ മനുഷ്യരും എന്റെ മാർഗം അവലംബിക്കും. ഉത്സീദേയുരിമേ ലോകാഃ ന കുര്യാം കർമ്മ ചേദഹം ശങ്കരസ്യ ച കർത്താ സ്യാം ഉപഹന്യാമി മാ പ്രജാഃ. ഞാൻ കർമ്മം ചെയ്തില്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നശിക്കും. ഞാൻ വർണ്ണസങ്കരത്തിന്റെയും കർത്താവാകും. പ്രജകൾ ദുഷിക്കുകയും ചെയ്യും. സക്താ കർമ്മണ്യവിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാൻസ് തഥാ സക്തഃ ചികീർഷുർലോകസംഗ്രഹം. ഹേ ഭാരത, അപണ്ഡിതന്മാർ കർമ്മത്തിൽ ആസക്തരായി എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നുവോ, പണ്ഡിതൻ ലോകത്തിന്റെ നിലനിൽപ്പ് കാംക്ഷിച്ചുകൊണ്ട് നിസ്സംഗനായി അതേവിധം പ്രവർത്തിക്കണം. ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. സകാമകർമ്മത്തിൽ ആസക്തരായ മൂഢജനങ്ങളുടെ ബുദ്ധിയെ വിദ്വാന് ഒരിക്കലും ഇളക്കരുത്. വിദ്വാൻ എല്ലാ കർമ്മങ്ങളും യോഗയുക്തനായി വഴിപോലെ ആചരിച്ച് മറ്റുള്ളവരെക്കൊണ്ടും ആചരിപ്പിക്കണം. കൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. പ്രകൃതിജന്യമായ ഗുണങ്ങളാൽ കർമ്മങ്ങൾ എങ്ങും ചെയ്യപ്പെടുന്നു. അഹന്തയാൽ മോഹിതനായവൻ താനാണ് കർത്താവെന്നു വിചാരിക്കുന്നു. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്തെ ഇതി മത്വാ ന സജ്ജതേ. ഹേ മഹാബാഹോ, ഗുണകർമ്മ വിഭാഗങ്ങളുടെ തത്വമറിയുന്നവനാകട്ടെ. ഗുണപരിണാമങ്ങളായ ഇന്ദ്രിയങ്ങൾ ഗുണപരിണാമങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്ന് ധരിച്ചിട്ട് അവയിൽ ആസക്തനാകുന്നില്ല.
प्रकृतेर्गुणसम्मूढाः सज्जन्ते गुणकर्मसु तान कृत्स्नविदो मन्दा കൃഷ്ണവിന്ന വിചാലയേത്. പ്രകൃതി ഗുണങ്ങളാൽ മൂഢന്മാരായിട്ടുള്ളവർ ഇന്ദ്രിയങ്ങളിലും അവയുടെ കർമ്മങ്ങളിലും ആസക്തരാകുന്നു. അജ്ഞാനികളായ ആ മൂഢന്മാരെ ജ്ഞാനി വഴിതെറ്റിക്കരുതു. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർനിർമമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. സർവകർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചു ആധ്യാത്മിക ബുദ്ധിയോടെ നിഷ്കാമനും നിർമ്മമനുമായി ഭവിച്ചിട്ടു ദുഃഖം കളഞ്ഞു നീ യുദ്ധം ചെയ്യുക. യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ ന സൂയന്തഃ മുച്യന്തെ തേപി കർമ്മഭിഃ. എന്റെ ഈ അഭിപ്രായം നിത്യവും ശ്രദ്ധയോടും അസൂയ കൂടാതെയും യാതൊരു മനുഷ്യര് അനുഷ്ഠിക്കുന്നുവോ അവരും കർമ്മബന്ധത്തിൽ നിന്നും വിമുക്തരായിത്തീരുന്നു. യേ ത്വേതദഭ്യസൂയന്തഃ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസഃ. എന്നാൽ എന്റെ ഈ അഭിപ്രായത്തെ അസൂയാലുക്കളായി ഏവരാണോ അനുഷ്ഠിക്കാതിരിക്കുന്നത് കേവലം അജ്ഞരായ അവർ നശിച്ചവരും ബുദ്ധിഹീനരുമെന്നു മനസ്സിലാക്കുക. സദൃശം ചേഷ്ടത്തെ സ്വസ്യാഃ പ്രകൃതേർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹഃ കിം കരിഷ്യതി. അറിവുള്ളവൻ പോലും തന്റെ സ്വഭാവത്തിനു ചേർന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നു. ജീവികൾ സ്വപ്രകൃതിയെ പിന്തുടരുന്നു. അതിനെ അടക്കിവയ്ക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതോ തയോർനവശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനോ. ഓരോ ഇന്ദ്രിയത്തിന്റെയും അതാതിന്റെ വിഷയങ്ങളുടെ കാര്യത്തിൽ രാഗദ്വേഷങ്ങൾ നിശ്ചിതങ്ങളാണ്. അവയ്ക്ക് വശപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ അവ ഇവന്റെ ശത്രുക്കളാകുന്നു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. വിധിപ്രകാരം അനുഷ്ഠിച്ച പരധർമ്മത്തെക്കാളും ഗുണഹീനമായ സ്വധർമ്മമാണ് ശ്രേയസ്കരം. സ്വധർമാനുഷ്ഠാനത്തിൽ സംഭവിക്കുന്ന മരണവും ശ്രേയസ്കരമാണ്. പരധർമ്മം ഭയാവഹമാകുന്നു. അർജുന ഉവാച അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. അർജുനൻ ചോദിച്ചു, ഹേ കൃഷ്ണ, പിന്നെ ആര് പ്രേരിപ്പിച്ചിട്ടാണ് ഈ പുരുഷൻ താൻ ഇച്ഛിക്കാതെയിരുന്നിട്ടും ബലമായ ഏതോ ശക്തിയാൽ നിയുക്തനെന്ന പോലെ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്? ശ്രീഭഗവാനുവാച കാമ ഏഷ ക്രോധ ഏഷഃ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. ശ്രീ ഭഗവാന് പറഞ്ഞു, രജോഗുണത്തിൽ നിന്ന് ജനിച്ച ഈ കാമം, ഈ ക്രോധം, ഇവ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതും മഹാപാപകാരണവുമാണ്. ഇക്കാര്യത്തിൽ ഇതിനെ ശത്രുവായി അറിയുക. ധൂമേനാവ്രിയത്തെ വഹ്നിഃ യഥാദർശോ മലേന ച യഥോൽബേനാവൃതോ ഗർഭഃ തഥാ തേനേദമാവൃതം. പുകയാൽ അഗ്നിയും മാലിന്യത്താൽ കണ്ണാടിയും ഗർഭപാത്രത്താൽ ഗർഭവും എങ്ങനെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ ആ കാമത്താൽ ഈ ജ്ഞാനം ആവൃതമായിരിക്കുന്നു.
ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്തേയ ദുഷ്പൂരേണാനലേന ച. ഹേ കൗന്ദേയ, ജ്ഞാനിയുടെ നിത്യവൈരിയും അത്യന്തം ആർത്തിയുള്ളവനും എന്തു കിട്ടിയാലും തൃപ്തിപ്പെടാത്തവനുമായ ഈ കാമത്താൽ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇന്ദ്രിയാണി മനോ ബുദ്ധിഃ അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷഃ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഈ കാമത്തിന്റെ ഇരിപ്പിടമായി പറയപ്പെടുന്നു. കാമം ജ്ഞാനത്തെ മറച്ചിട്ടു ഇവയെക്കൊണ്ട് ദേഹിയെ വ്യാമോഹിപ്പിക്കുന്നു. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. ഹേ ഭാരത് ശ്രേഷ്ഠ, അതുകൊണ്ട് നീ ആദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന ഈ പാപരൂപമായ കാമത്തെ നിശേഷം നശിപ്പിക്കുക. ഇന്ദ്രിയാണി പരാണ്യാഹുഃ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേഃ പരതസ്തു സഃ. വിഷയങ്ങളെ അപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ് എന്ന് പറയപ്പെടുന്നു. ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്. മനസ്സിനേക്കാളും സൂക്ഷ്മമാണ് ബുദ്ധി. ബുദ്ധിയേക്കാളും സൂക്ഷ്മമായത് ആത്മാവാണ്. ഏവം ബുദ്ധേഃ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. മഹാബാഹോ, ഇപ്രകാരം ബുദ്ധിയേക്കാൾ സൂക്ഷ്മമായ ആത്മാവിനെ അറിഞ്ഞിട്ട് ബുദ്ധികൊണ്ട് മനസ്സിനെ അടക്കിയിട്ട് കീഴടക്കാന് എളുപ്പമല്ലാത്ത കാമരൂപനും ദുർജയനുമായ ഈ ശത്രുവിനെ നശിപ്പിക്കുക. ഭഗവദ്ഗീത അധ്യായം 3 കർമ്മയോഗ ശ്ലോകങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അധ്യായം 4 ജ്ഞാനകർമ്മസന്യാസ യോഗ വീഡിയോകൾ തുടരും.